ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SL Max. ഏവർക്ക് എക്സൽ മാക്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെട്രിക്സ് +2 മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെറ്റാക്കി കളയാം. ഓക്കെ, നമുക്ക് 4 ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കുറച്ച് പ്രയാസം തോന്നുന്ന ഒരു സെക്ഷനാണ് ഡീൽ ചെയ്യാൻ പോണത്. നമ്മൾ ഓപ്പറേഷൻ ഓഫ് മെട്രിക്സിലെ തന്നെ ഭാഗമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ PMI എന്നൊക്കെ ഷോർട്ട് നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്ററുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചാൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് P of n such that a raised to n is equal to matrix 1 plus 2n minus 4n n 1 minus 2n for all n belongs to capital N. അവിടെ നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. Then question ആണ് write P of 1. Then second question, if P of k is true then show that P of k plus 1 is also true. Okay, ഇതേ മോഡൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ P of n എന്ന സംഭവം ചെയ്തിട്ടുണ്ട്, PMI എന്ന ചാപ്റ്റർ. അതുപോലെ തന്നെയാണ് മക്കളെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് വെച്ച് തന്നെ തുടങ്ങാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ആ തന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ a raised to n equal to matrix 1 plus 2n minus 4n n 1 minus 2n. ഫസ്റ്റ് എന്താ പറഞ്ഞത്? a raised to 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4n equal to 1. അതാണ് a raised to 1 എന്നാണ്. അപ്പൊ ഈ തന്ന മെട്രിക്സിൽ n എവിടെ ഉണ്ടോ ആ n ന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കും? 1 കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോവാണ് n ന്റെ സ്ഥാനത്ത് 1 plus 2 into 1 എന്നാ 3 എന്നല്ല മക്കളെ വരിക. അടുത്ത പറയും -4 into 1 എന്നാ -4. then ഇവിടെ n കൊടുക്കുമ്പോൾ 1. അടുത്ത പറയും 1 minus 2n എന്താണ് പറയും? 1 minus 2n പറഞ്ഞോളൂ. 1 minus 2n എന്താ? 1 minus നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. എന്ത് n കൊടുക്കുമ്പോൾ 1 minus 2 is equal to -1. ഇതാണ് എന്തെന്ന് വന്നത്? a raised to 1 എന്ന് വന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ P of 1 അല്ലേ? അതെന്തെങ്കിലും സംഭവം ഇത് P of n ആയിരുന്നു. ഓക്കെ, ഇത് P of n ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? P of 1 ആണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ a raised to 1 കിട്ടി. ഓക്കെ ആണ് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന് ഉത്തരമായി അല്ലേ? റൈറ്റ് P of 1 എന്നാണ്. P of 1 നമുക്ക് കിട്ടി. മെട്രിക്സ് 3 minus 4 1 minus 1. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? If P of k is true, അതായത് P of k ട്രൂ ആണെങ്കിൽ P of k plus 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ട് കൊടുക്കാം. നോക്കിക്കോ, ഗിവൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗിവൺ P of k is true അങ്ങനെ കൊടുക്കും. ഗിവൺ P of k is true. P of k ട്രൂ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാണെങ്കിൽ P of k ഒന്ന് എഴുതിയിടാം. P of k such that a raised to k അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ n എവിടെ ഉണ്ടോ അതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? നിങ്ങൾ k കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ a raised to k equal to matrix 1 plus 2k minus 4k k 1 minus 2k. ഇതല്ലേ സംഭവം? ക്ലിയർ അല്ലേ? അപ്പോൾ a raised to k ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? now P of k plus 1. P of k plus 1 ട്രൂ ആണോ എന്ന് തെളിയിക്കണ്ടേ? P of k plus 1 ട്രൂ ആണോ എന്ന് തെളിയിക്കണം. P of k plus 1 എന്താണ്? a raised to k plus 1. നമ്മൾ ഈ n നമുക്കറിയാം, അവിടെ n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. a raised to k plus 1. ഈ a raised to k plus 1 എന്തായിരുന്നു മക്കളെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് a raised to m plus n ന്റെ ഫോർമുല എന്താ? a raised to m into a raised to n അല്ലേ? അത് പ്രകാരം a raised to k plus 1 എന്താ? a raised to k into a raised to 1 ആണ്. അതെ, a raised to k നമുക്ക് അറിയുന്നതാണ്. എന്താ a raised to k എന്ന് പറഞ്ഞാൽ 1 plus 2k minus 4k k 1 minus 2k. ഐഡിയ ക്ലിയർ അല്ലേ? then a എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയില്ല. മെട്രിക്സ് a raised to 1 ആണ്. a തന്നെ അതിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. മെട്രിക്സ് 3 minus 4 3 minus 4 1 minus 1. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ഗുണിക്കുക എന്നുള്ളതാണ്. ഗുണനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് മെട്രിക്സിൽ ഗുണിക്കുക എന്നുള്ളതാണ്. അതാണ് പല മക്കളും മാറി പോകാറും തെറ്റാറുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ഗുണിക്കാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ആദ്യത്തെ മെട്രിക്സിന്റെ കോളം ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ. ഇതിന്റെ ഓർഡർ എന്താ? 2/2 അല്ലേ? ഇതിന്റെ ഓർഡർ തന്നെയാണ് 2/2. കാരണം രണ്ട് റോ രണ്ട് കോളം സെയിം ആണ്. അപ്പോൾ ഇവിടെ പറ ആദ്യത്തെ മെട്രിക്സിന്റെ കോളം എന്ന് പറഞ്ഞാൽ 2, then രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് പോസിബിൾ ആണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, ഇനി പറയാം എങ്ങനെ ഗുണനം എങ്ങനെയാണ്? ഫസ്റ്റ് റോ ഇൻടു ഫസ്റ്റ് കോളം. ഓക്കെ, മാറരുത്. ഫസ്റ്റ് റോ ഇൻടു ഫസ്റ്റ് കോളം.
അപ്പോൾ 1 + 2k × 3 ആണ് 3 × 1 + 2k റൂൾ പ്രകാരം പ്ലസ് then -4k × 1 ആണ് -4k ഓക്കേ ഫസ്റ്റ് എലിമെന്റ് ആയി ഇനി ഇതുപോലെ ഫസ്റ്റ് റോ ആയിട്ട് സെക്കൻഡ് കോളം 1 + 2k × -4 ആണ് -4 × 1 + 2k പ്ലസ് -4k × -1 എന്തായി -4k × -1 ആണ് +4k ഐഡിയ ക്ലിയർ അല്ലേ ഇനി അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ഇനി സെക്കൻഡ് റോ ഇൻടു ഫസ്റ്റ് കോളം അപ്പോൾ k × 3 3k പ്ലസ് 1 - 2k × 1 ആണ് 1 - 2k തന്നെ ഓക്കേ അടുത്ത k × -4 ആണ് -4k പ്ലസ് -1 × 1 - 2k എന്ന് പറഞ്ഞാൽ -1 - 2k ഇത്രയും കാര്യം ഓക്കേ ഇനി അതൊന്ന് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം ഇതാണ് നമ്മൾ പ്ലസ് മക്കൾക്കൊക്കെ തെറ്റാറുള്ളത് ചെറിയ ക്ലാസ് പഠിച്ചത് ഓക്കേ അപ്പോൾ ശ്രദ്ധിച്ചോ 3 നെ ഈ 1 + 2 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ എന്ത് വരും 3 × 1 3 + 3 × 2 6k പ്ലസും മൈനസും മൈനസ് ആയി -4k ആയി നെക്സ്റ്റ് ഇവിടെ പറ -4 കൊണ്ട് ചെയ്യുമ്പോൾ -4 × 1 -4 -4 × +2k ആണ് -8k ഓക്കേ then +4k അവിടെ നിൽക്കട്ടെ ഇനി അടുത്തായിട്ട് താഴെ പറ ഇവിടെ വളരെ പെട്ടെന്ന് കിട്ടി 3k - 2k അല്ലേ 3k മൈനസ് 3k 2k കുറച്ചാൽ 1k then ബാലൻസ് അവിടെ +1 ഉണ്ട് അതുപോലെ ഇനി ഇവിടെ പറ -4k അതുപോലെ കേട്ടോ മക്കളെ -4k അതുപോലെ ഇനി ഇത് പ്ലസ് മൈനസും എന്തായിട്ടുണ്ട് മൈനസ് ആയിട്ടുണ്ട് ആ മൈനസ് കൊണ്ട് തിരിഞ്ഞു ചെയ്യാം -1 -1 -2k +2k ഇത്രയും കാര്യം ഓക്കെ അല്ലേ ഓക്കെ ഇനി ഇതിന്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ നോക്കുക എന്താ ചെയ്യാന്നുള്ളത് കേട്ടോ ഈക്വൽ ടു എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചോ എന്താ വരിക 3 + 6 - 4k അപ്പോൾ ഇങ്ങനെ ഇവിടെ 3 + 6 - 4k എന്താ 2k അല്ലേ 3 + 2k എന്നേതാ അടുത്ത വളരെ സിമ്പിൾ ആണ് അടുത്ത ഇവിടെ -4 ഉം അതുപോലെ -4 അതുപോലെ തന്നെ -8k + 4k എന്ന് പറഞ്ഞാൽ എത്രയായി -4k തന്നെ അതോടെ നോക്കട്ടെ അതും അങ്ങനെ തന്നെ അല്ലേ മക്കളെ അല്ലേ ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും പ്രശ്നമൊന്നും ഇല്ലല്ലോ അതും അങ്ങനെ തന്നെ ഇനി അടുത്തത് ഈ k+1 അതുപോലെ തന്നെ ഇനി അടുത്ത ഇവിടെ -4k യും +2k യും -4k യും +2k എന്ന് പറഞ്ഞാൽ -2k then ബാലൻസ് ആയിട്ട് -1 ഉണ്ട് ഇതാണ് ഇത്രയും കാര്യമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ശരിക്കും ആൻസർ ആണ് പക്ഷെ നമുക്ക് ആൻസർ അല്ലാതെ പോലെ തോന്നും അപ്പോൾ അതിന്റെ ട്രിക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ നോക്കുക ഞാൻ ഇവിടെ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് നോക്കിക്കോ ഓക്കെ അതെന്താ വരിക എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരിക്കും ഈ തന്ന ക്വസ്റ്റ്യനിൽ n-ന്റെ സ്ഥാനത്തൊക്കെ k+1 വരണം അപ്പോൾ ഞാൻ ഒന്ന് റഫ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാൻ പോണേ റഫ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാം അപ്പോൾ ശ്രദ്ധിച്ചോ അതെങ്ങനെ ഞാൻ റഫ് ആയിട്ട് മാർക്ക് ചെയ്യണം അത് ഒരു സൈഡിൽ ഞാൻ റഫ് ആയിട്ട് കിട്ടേണ്ടത്ര റഫ് ആയിട്ട് മാർക്ക് ചെയ്യണം ഇതാണ് നമുക്ക് വേണ്ടത് 1 + 2 × k+1 -4k +1 k+1 1 - 2 × k+1 ഇതാണ് നമുക്ക് കിട്ടേണ്ട ലാസ്റ്റ് ഉത്തരം ഓക്കെ ഇതിലേക്ക് എത്തിയാൽ മതി പക്ഷെ ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇതിലേക്ക് എത്തും അതിനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ തന്നെ മതി കാര്യങ്ങൾ വളരെ സിമ്പിൾ ആവും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണം നിങ്ങൾ തന്നെ നോക്കിക്കോ ശ്രദ്ധിച്ചോ അതിനെ ഞാൻ മാറ്റാൻ പോണത് എങ്ങനെയാണ് അപ്പൊ ഇവിടെ ഞാൻ ചെയ്യണത് ആ 3 + 2k എങ്ങനെ ഇങ്ങനെ പറ്റുമോ നിങ്ങൾ പറഞ്ഞു 1 + 2k + 2 1 + 2 3 നെ 1 + 2 നീതി പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ അത് എന്തിനാ എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും നെക്സ്റ്റ് അവിടെ എന്ത് -4 - 4k എന്നല്ലേ -4 - 4k എന്നാണ് രണ്ടിലും -4 കോമൺ ആണ് അതിന് പുറത്ത് കിട്ടും -4 പുറത്ത് കിട്ടും അപ്പോ k +1 അല്ലേ ഇത് ഇൻഡു ചെയ്ത് അതിനെ കിട്ടണം -4 × k -4k -4 × +1 -4 അപ്പൊ അത് ഓക്കെ ഇനി ഇത് k+1 തന്നെ ഓൾറെഡി അവിടെ അങ്ങനെ തന്നെയാണ് അടുത്തത് അവിടെ എന്തായാണ് -2k - 1 അല്ലേ -2k - 1 ആണ് അതിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം 1 - 2 × k+1 എന്ന രീതിയിൽ എഴുതി കൂടെ അല്ലെ ഇങ്ങനെ എഴുതി കൂടെ നോക്കിക്കോ -2k -2 എന്താ കാട്ടിയത്
നിങ്ങൾ പെട്ടെന്ന് നോക്കി. ഞാൻ എന്താ ഇതിലേക്ക് എത്തിയെന്നുള്ളത് ഈ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ k+1 അതുപോലെ അടുത്ത സ്റ്റെപ്പ് -2k -1 -2k ഏതാ 1 -2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ, അതോടെ വന്നിട്ടുണ്ട്. ഇനി ബാലൻസ് ഇടാം. ഇനി ബാക്കിയൊക്കെ ചെയ്യാൻ നോക്കിക്കോ, വളരെ സിമ്പിൾ. ഈ 1 അതേപോലെ ഇവിടെ രണ്ടോട് 2 കോമൺ ആണ്, 2 പുറത്ത് എടുത്ത് ബാക്കി ആരാ k+1. ഓക്കെ, അപ്പൊ നോക്കി നമുക്ക് കിട്ടേണ്ട ഉത്തരമായില്ലേ, അതായി. ഇനി ഇത് ഓൾറെഡി ആണ് -4 × k+1, ഇത് ഓൾറെഡി ആണ്, പ്രശ്നമില്ല. ഇനി ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ശ്രദ്ധിച്ചോ. ഈ 1 അതുപോലെ -2 രണ്ടിൽ കോമൺ ആണ്, -2 നെ പുറത്ത് എടുത്ത്. അപ്പൊ ബാക്കി ഇവിടുന്ന് -2 പോന്ന ബാക്കി k ഉണ്ടാവും. then ഇവിടുന്ന് -2 പോന്ന ബാക്കി ഇവിടെ ആരും ഇല്ല. പക്ഷെ ആരും ഇല്ല എന്നതിന്റെ അർത്ഥം എന്താ, നമ്പർ 1 ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ +1 ഇത്രയും കാര്യം. ഓക്കെ, ഇത് ക്ലിയർ. ഇപ്പൊ നോക്ക്, നമുക്ക് കിട്ടേണ്ട ഉത്തരവില്ലേ, ഇതിലൊക്കെ സൈൻ ഇതാണ് ഞാൻ റഫായിട്ട് എഴുതിയത്, ബ്ലാക്ക് ഇങ്കിൽ എഴുതിയതാണ് റഫായിട്ട്, അതാണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം. അതിലേക്ക് എത്തിയല്ലോ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, therefore p of k+1 is true എന്ന് പറയാം. ഇതാണ് നമ്മൾ ചോദിച്ച ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു കാര്യം, ചില മക്കൾക്ക് ഇങ്ങനെ എഴുതാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പൊ അവർ ചെയ്യേണ്ട ഒരു ട്രിക്ക് പറഞ്ഞുതരാണ്. ഇതുവരെ ഒട്ടുമിക്ക മക്കൾക്കും കിട്ടില്ല, ഇതുവരെ എല്ലാവർക്കും കിട്ടും. ക്ലിയർ ആണ്? ഇതുവരെ എഴുതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാല് ഈ റഫ് ഉത്തരമില്ല, അതാണ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, സംഭവം ക്ലിയർ ആണ്? ഇതുവരെ എല്ലാ മക്കൾക്കും പറ്റും. അതുവരെ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തായാലും ഇതിന് ഉത്തരം അറിയാം. കാരണം എന്താ, ഈ എന്തിന്റെ അവിടെ k+1 കൊടുത്താൽ ഫൈനൽ ഉത്തരമാണ്. അത് നമ്മൾ റഫായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് എഴുതി ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഉത്തരമായിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യരുത്, കളയരുത്. കാരണം ഫസ്റ്റ് ഇയർ ആണ് ഇതിന്റെ തിയറി പഠിക്കുന്നത്, എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇയർ പഠിച്ചു വന്ന മക്കളാണല്ലോ, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്, if matrix A equal to cos alpha sin alpha minus sin alpha cos alpha, show that A square equal to cos 2 alpha sin 2 alpha minus sin 2 alpha cos 2 alpha. Hence show that, അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾ show that ചെയ്യണം. A raised to n is equal cos n alpha sin n alpha minus sin n alpha cos n alpha. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ PMI എന്ന ചാപ്റ്ററുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ആ ചാപ്റ്റർ അറിയോ എങ്കിൽ ഇത് സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് വൺ നമുക്ക് a സ്ക്വയർ ആണ് വേണ്ടത്. a സ്ക്വയർ എങ്ങനെ കാണുന്നത് മക്കളെ, a × a എന്നാണ്. അപ്പൊ a എന്നുള്ളത് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. a എന്തായിരുന്നു, cos ആൽഫ, then sin ആൽഫ, then വീണ്ടും മൈനസ് sin ആൽഫ cos ആൽഫ അല്ലേ, then ഇൻറ്റു അതന്നെ ഒന്നും കൂടി a × a ആണല്ലോ അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സ്ക്വയർ ചെയ്യലല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. a സ്ക്വയർ പറഞ്ഞാൽ a × a, രണ്ട് ഇൻറ്റു ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ sin ആൽഫ, then again minus sin alpha cos alpha. ഓക്കെ, ഇനി പറ, നമ്മൾ ഇൻറ്റു ചെയ്യാനുള്ള കണ്ടീഷൻ ഒക്കെ ഓക്കെ അല്ലേ? രണ്ടും 2/2 ഓർഡർ ആണ്. ഫസ്റ്റത്തിന്റെ കോളം 2 ആണ്, രണ്ടാമത്തിന്റെ റോ 2 ആണ്. ഇനി അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ അതൊക്കെ ആദ്യം ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി എന്താണ്, ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം. അപ്പൊ ശ്രദ്ധിച്ചോ, cos alpha × cos alpha എന്താണ്, cos × cos ഒരേ സാധനമാണ്. അപ്പൊ സ്ക്വയർ ചെയ്തല്ലേ, cos സ്ക്വയർ ആൽഫ, റൂൾ പ്രകാരം പ്ലസ്. ഓക്കെ, അടുത്ത പറ, sin alpha × minus sin alpha. എന്താ sin alpha × minus sin alpha വരിക മക്കൾ, നിങ്ങൾക്ക് പറയാലോ, വേഗം പറയേ. sin alpha × minus sin alpha എന്ത് വരും? വേഗം പറയാം. sin alpha × minus sin alpha എന്നാരാ, മൈനസ് sin സ്ക്വയർ ആൽഫ. വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പറഞ്ഞു, ഫസ്റ്റ് റോ × സെക്കൻഡ് റോ. അപ്പൊ cos ആൽഫ × sin ആൽഫ അതുപോലെ തന്നെ cos ആൽഫ sin ആൽഫ പ്ലസ്, റൂൾ പ്രകാരം പ്ലസ്. ഇനി അടുത്ത് sin ആൽഫ cos ആൽഫ, അതും അതേപോലെ sin ആൽഫ cos ആൽഫ. ഓക്കെ, അടുത്ത ഇവിടെ പറയാം, സെക്കൻഡ് റോ × ഫസ്റ്റ് റോ മൈനസ് sin ആൽഫ × cos ആൽഫ. അപ്പൊ മൈനസ് cos ആൽഫ sin ആൽഫ, അത് അവിടെ തന്നെ ഇരിക്കും. അടുത്തത് പ്ലസ് cos ആൽഫ × minus sin ആൽഫ, അതുപോലെ മൈനസ് cos ആൽഫ sin ആൽഫ. ഓക്കെ, അടുത്തത് സെക്കൻഡ് റോ × സെക്കൻഡ് കോളം മൈനസ് sin ആൽഫ sin ആൽഫ, അപ്പോൾ മൈനസ് sin സ്ക്വയർ ആൽഫ പ്ലസ് cos ആൽഫ × cos ആൽഫ cos സ്ക്വയർ ആൽഫ. വെരി ഗുഡ്. ക്ലിയർ അല്ലേ?
ഈ മക്കളെ നമ്മൾ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രി ഓക്കെ ഈ സൈനും കോസും കാണുമ്പോൾ തന്നെ ചില മക്കൾക്ക് ദേഷ്യം പിടിക്കും. കാരണം ട്രിഗണോമെട്രി അത്ര കലർച്ചിയുള്ള മക്കളൊക്കെ ഉണ്ട്. പക്ഷെ സംഭവം അതിനോട് അടുക്കുമ്പോഴാണല്ലോ, ഏതൊരു കാര്യത്തിനോട് അടുക്കുമ്പോഴാണ് അതിന്റെ രുചി അറിയാം. രുചി അറിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ഇത് കഴിക്കാനേ തോന്നുള്ളൂ. കാരണം എന്താ, അത്രക്ക് ടേസ്റ്റിയാണ്. എന്നാലോ ഇത് പിന്നെ രുചിച്ച് നോക്കാത്തവനാണ്. നമ്മൾ പറഞ്ഞ രണ്ട് രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കണവരുണ്ട്. ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കണം എന്നാ പറയാറ്. ഓക്കെ, അപ്പൊ ആർത്തിയോടെ കഴിക്കണവർക്ക് എല്ലതും ഒരുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് അത് ടഫായിട്ടൊക്കെ തോന്നും. ഓക്കെ, അപ്പൊ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താ സാധനം എന്നുള്ളത്. ഓക്കെ, അപ്പൊ പറ cos സ്ക്വയർ ആൽഫ മൈനസ് sin സ്ക്വയർ ആൽഫ അല്ലെ. ഈ പ്ലസും മൈനസും ഇട്ട് എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടി ഷോർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അപ്പൊ നോക്കിയോ, ഒന്നും കൂടി ഞാൻ ഇന്ന് ഷോർട്ട് ചെയ്യാണ്. cos സ്ക്വയർ ആൽഫ ഈ പ്ലസും മൈനസും മൈനസ് ആയി. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇവിടെ പറയാം cos ആൽഫ sin ആൽഫ, ഒരു cos ആൽഫ sin ആൽഫ പ്ലസ് അനദർ cos ആൽഫ sin ആൽഫ. അപ്പൊ എത്ര എണ്ണായി? ഒരേ സാധനം രണ്ടെണ്ണല്ലേ. അപ്പൊ പേര് കൂടെ 2 sin ആൽഫ cos ആൽഫ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്തത് ഇവിടെ പറയും. ഇവിടെ അതേപോലെ തന്നെ മൈനസ് cos ആൽഫ sin ആൽഫയും പ്ലസ് മൈനസ് cos ആൽഫ sin ആൽഫയും. അപ്പൊ മൈനസ് 2 sin ആൽഫ cos ആൽഫ. ഓക്കെ, അടുത്ത പറയും ഞാൻ കോസ് സാറിന് ആദ്യം കോസ് ചെയ്തിരിക്കുക എന്ന് പറയുന്നില്ല. ഞാനവിടെ സൈൻ ചെയ്തിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടാവും, സാർ ഇത് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ അല്ലേ, അപ്പൊ മൈനസ് 2 കോസ് ആൽഫ സൈൻ ആൽഫ അല്ലേ എഴുതേണ്ടെന്ന് പറയും. മക്കളെ എങ്ങനെ ചെയ്യാം, ഇത് പ്രൊഡക്റ്റ് ആണ്, ഇൻറ്റു ആണ്. 1x2 എന്ന് പറഞ്ഞാലും 2x1 എന്ന് പറഞ്ഞാലും ഒരേ ആൻസർ അല്ലേ. ഓക്കെ, അത് ബേസിക് ആണ്. ഇനി അടുത്ത പറ, ഇവിടെ നോക്കിക്കോ. ഇത് പറ ഇതെന്താ, ഇവിടെ ഞാൻ തിരിച്ചു ചെയ്യും. പ്ലസ് കോസ് ആൽഫ ആദ്യം എന്നിട്ട് മൈനസ് സൈൻ ആൽഫ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ. ഇനിയാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വരാൻ പോണത്. ശ്രദ്ധിച്ചോ, കോസ് 2 ആൽഫ അല്ലെങ്കിൽ എന്താ കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ അത് ആരായിരുന്നു? കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഇക്വേഷൻ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വേറെ ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? 2 sin തീറ്റ cos തീറ്റ. ഈ രണ്ട് റിസൾട്ട് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചത്. നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോട്ടെ മക്കളെ. ഓക്കെ, ക്ലിയർ. ഇനി സെറ്റ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇതാരാ? cos സ്ക്വയർ ആൽഫ മൈനസ് sin സ്ക്വയർ ആൽഫ. നിങ്ങൾക്ക് തന്നെ പറയാം, അത് വെച്ചുകൊണ്ട് ഇവിടെ തീറ്റ ആണ്, ഇവിടെ ആൽഫ ആണ്. അപ്പൊ cos 2 ആൽഫ ഇതാരായി? cos 2 ആൽഫ. ഇനി പറ 2 sin ആൽഫ cos ആൽഫ ആരാ? 2 sin തീറ്റ cos തീറ്റ sin 2 തീറ്റ. അങ്ങനെയാണെങ്കിൽ 2 sin ആൽഫ cos ആൽഫ ആരായിരിക്കും? ഞാൻ പറഞ്ഞു sin 2 ആൽഫ. ഓക്കെ, അപ്പൊ നിങ്ങടെ അടുത്ത പറ ഇത് മൈനസ് 2 sin ആൽഫ cos ആൽഫ ആരായിരിക്കും? മൈനസ് sin 2 ആൽഫ. അടുത്ത പറ cos സ്ക്വയർ ആൽഫ മൈനസ് sin സ്ക്വയർ ആൽഫ ആരായിരിക്കും? cos 2 ആൽഫ തന്നെ അല്ലേ. അതൊക്കെ എന്താണ് ആ റെഡ് നമ്മൾ മാർക്ക് ചെയ്ത ആ റിസൾട്ട് ബേസ് ചെയ്ത് ഇത് പറയും. ഇത് തന്നെയാണോ ഞങ്ങൾ കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞത്? നോക്കി, cos 2 ആൽഫ sin 2 ആൽഫ മൈനസ് sin 2 ആൽഫ cos 2 ആൽഫ. അതിനല്ലേ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹെൻസ് പ്രോവ്ഡ് എന്ന് പറഞ്ഞൂടെ? ഹെൻസ് പ്രോവ്ഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പൊ ഫസ്റ്റ് തീറ്റ ഉത്തരായി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത സംഭവം. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയെടുക്കി. ബാക്കി കാര്യം എഴുതിയെടുത്തതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിലെ ഫസ്റ്റ് എ സ്ക്വയർ പ്രൂവ് ചെയ്തില്ലേ. അപ്പൊ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, PMI ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ തന്ന ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ ചെയ്തില്ലേ. P(1) അല്ലെങ്കിൽ P(n) എന്ന് പറഞ്ഞാൽ എന്താണ് P(n) എന്ന് പറഞ്ഞാൽ അത് P(n) എന്നാണ്. തന്ന ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ ചെയ്തു. അപ്പൊ cos n ആൽഫ sin n ആൽഫ അതേപോലെ മൈനസ് sin n ആൽഫ cos n ആൽഫ. ഓക്കെ, അപ്പൊ n ആയി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അവിടെ പറഞ്ഞു for n equal to 1 n-ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പൊ എന്തായി? P(1) അതിന്റെ മീനിങ് എന്താ? a(1). n-ന്റെ n എവിടെ ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക എന്നുള്ള അതിന്റെ മീനിങ്. അപ്പൊ a(1) ആണ്. a(1) ഈക്വൽ ടു പറ cos ഇൻറ്റു n കാണിച്ചു കൊടുക്കുമ്പോൾ എന്തായി? അത് cos ആൽഫയായി. ഇതെന്താവും? sin ആൽഫയായി. ഇതാരായി? മൈനസ് sin ആൽഫ. ഇതോ cos ആൽഫ. ഓക്കെ അല്ലേ മക്കളെ? ഇതാരാ?
ഇതാരാണ് ഈ കിട്ടിയത്? എ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ തന്ന എ അല്ലേ? ഓക്കെ, അപ്പൊ എ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനാണ് അടുത്ത ലൈൻ നമ്മൾ എഴുതി എന്തായിരുന്നു? സപ്പോസ് ദാറ്റ് അല്ലേ? സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു കെ. എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുത്താൽ പി ഓഫ് കെ എന്താണ്? ട്രൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ പറയുന്ന സ്ഥാനത്ത് കെ കൊടുക്കുകയാണ്. പി ഓഫ് കെ ഈക്വൽ ടു a raised to k അല്ലേ? a raised to k ഈക്വൽ ടു n എവിടെ ഉണ്ടോ അവിടെ k കൊടുക്കുക. അപ്പൊ cos k ആൽഫ sin k ആൽഫ മൈനസ് sin k ആൽഫ cos k ആൽഫ. അപ്പൊ അത് ഓക്കെ ആയല്ലോ. ഇത്രയും കാര്യം ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നൗ p of k plus 1. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. p of k plus 1 അല്ലേ? അപ്പൊ p of k plus 1 എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ n ന്റെ സ്ഥാനത്തേക്ക് k plus 1 വരണം. അതിലേക്ക് നമ്മൾ എത്തും. അതിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ a raised to k plus 1. അപ്പൊ ഉത്തരം എഴുതിയത് ഉത്തരത്തെ നമ്മൾ എത്തിക്കുകയാണ്. a raised to k plus 1. ഇവിടെ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാം. a raised to k plus 1 അല്ലേ? ഞാൻ അസൈഡ് എഴുതാൻ പോവാണ്. നോക്കിക്കോ, a raised to k plus 1. അപ്പൊ ദാ നമ്മോട് ചെയ്യാൻ ഒരു വേറൊരു റിസൾട്ട് ആണ്. ഞാൻ ഈ സൈഡിൽ എഴുതാൻ പോവാണ്. a raised to m plus n എന്ന് പറഞ്ഞാൽ a raised to m into a raised to n നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്. അപ്പൊ അത് പ്രകാരം a raised to k plus 1 നമുക്ക് മാറ്റാം. അപ്പൊ എന്താവും? പറ a raised to k plus 1 നെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാവുന്നതാണ്. അപ്പൊ എന്താ? a raised to k plus 1 നെ a raised to k into a raised to 1 എന്ന് എഴുതാം. ഓക്കെ, ആ ഒരു റിസൾട്ട് പ്രകാരം അപ്പൊ എഴുതാൻ പോണേ. a raised to k നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് a raised to k എന്ന് പറഞ്ഞാൽ cos k ആൽഫ sin k ആൽഫ മൈനസ് sin k ആൽഫ cos k ആൽഫ. ഓക്കെ, then into a raised to 1 നമുക്ക് കിട്ടി cos ആൽഫ sin ആൽഫ മൈനസ് sin ആൽഫ cos ആൽഫ. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിളിന്റെ കണ്ടീഷൻ ഒക്കെ ഇവിടെ ഓക്കെ അല്ലേ? രണ്ടിന്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തിന്റെ കോളം ഈക്വൽ രണ്ടാമത്തിന്റെ റോ ആണല്ലോ. അതൊന്നും ഇനി ഞാൻ എന്ത് ചെയ്യണില്ല, റെപ്രസെന്റ് ചെയ്യണില്ല, പറയണില്ല. നമ്മൾ ഒരുപാട് 2 വീഡിയോ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താ മൾട്ടിപ്പിളിന്റെ കണ്ടീഷൻ പറഞ്ഞ് മൾട്ടിപ്പിൾ ചെയ്യും. ഫസ്റ്റ് റോ ആയിട്ട് ഫസ്റ്റ് കോളം പറ cos k ആൽഫ ഇൻടു cos ആൽഫ. അതുപോലെ തന്നെ എഴുതുക cos k ആൽഫ ഇൻടു cos ആൽഫ. അങ്ങനെ തന്നെ എഴുതും റൂൾ പ്രകാരം. പ്ലസ് അടുത്തത് sin k ആൽഫ ഇൻടു മൈനസ് sin ആൽഫ. അപ്പോൾ മൈനസ് sin k ആൽഫ ഇൻടു sin ആൽഫ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആയി. ഇനി ഇതേ ഇൻടു ഇത് അല്ലേ? അപ്പൊ cos k ആൽഫ ഇൻടു sin ആൽഫ. അപ്പൊ cos k ആൽഫ ഇൻടു sin ആൽഫ പ്ലസ് അടുത്ത പറ sin k ആൽഫ ഇൻടു cos ആൽഫ. sin k ആൽഫ ഇൻടു cos ആൽഫ. ഓക്കെ, അത് ഫസ്റ്റ് റോ ആയി. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫസ്റ്റ് സെക്കൻഡ് റോ ആയിട്ട് ഫസ്റ്റ് റോ മൈനസ് sin k ആൽഫ ഇൻടു cos ആൽഫ. അപ്പൊ ഇതാണ് മൈനസ് sin k ആൽഫ ഇൻടു cos ആൽഫ പ്ലസ് റൂൾ പ്രകാരം പ്ലസ് cos k ആൽഫ ഇൻടു മൈനസ് sin ആൽഫ അല്ലേ? അപ്പൊ മൈനസ് cos k ആൽഫ ഇൻടു sin ആൽഫ. ഓക്കെ, അത് ക്ലിയർ ആയി. ഇത്രയും കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത പറയുന്നത്. ഇത് ഇൻടു ഇത്. അപ്പൊ മൈനസ് sin k ആൽഫ ഇൻടു sin ആൽഫ പ്ലസ് cos k ആൽഫ ഇൻടു cos ആൽഫ. cos k ആൽഫ ഇൻടു cos ആൽഫ. ഓക്കെ, അപ്പൊ 380. ഇതാണ് നമ്മൾ ചെയ്ത കാര്യം. ഓക്കെ, ഇനി ഇതിനൊന്ന് ഞാൻ ഷോർട്ട് ആക്കുകയാണെ. ശ്രദ്ധിച്ചു എങ്ങനെ ഷോർട്ട് ആക്കുക എന്നുള്ളത്. എന്താ? ഇവിടെ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? cos k ആൽഫ cos ആൽഫ പ്ലസ് മൈനസ് കൂടി മൈനസ് ആയി sin k ആൽഫ sin ആൽഫ. അവിടെ അങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഞാൻ തിരിച്ചു ചെയ്താൽ പോകുന്നു. ഈ പ്ലസ് രണ്ടും പ്ലസ് തന്നെ എങ്ങനെയും പ്രശ്നമില്ല. ഞാൻ അത് ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് എഴുതാൻ പോകുന്നു. sin k ആൽഫ cos ആൽഫ ആദ്യം. അടുത്തത് cos പ്ലസ് cos k ആൽഫ sin ആൽഫ. ഓക്കെ, അപ്പൊ അത് ഇവിടെ. ഇനി ഇവിടെ നോക്കുക. ഇവിടെ രണ്ടിൽ ആര് കോമൺ ആണ്? മൈനസ് കോമൺ ആണ്. മൈനസിനെ പുറത്തേക്ക് എടുത്ത് ബാക്കി sin k ആൽഫ cos ആൽഫ. ഓക്കെ, ഇവിടെ മൈനസ് പോയ രണ്ട് പ്ലസ് ഉണ്ട്. ഇവിടെ cos k ആൽഫ sin ആൽഫ. ഓക്കെ, ഇത്രയും കാര്യം. ഓക്കെ, മൈനസ് പുറത്ത് എടുത്തതാണ്. അടുത്ത ഇവിടെ ഈ പ്ലസ് ടേം ആദ്യം cos k ആൽഫ cos ആൽഫ എന്നിട്ട് മൈനസ് ടേം sin k ആൽഫ sin ആൽഫ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ വരാൻ പോണത്. ശ്രദ്ധിക്കുക എന്താണ് അത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണം.
ഈ കെ ആൽഫനെ എ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, ഈ ആൽഫനെ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതെ. അപ്പൊ എല്ലാം അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പോകണേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, എല്ലാ സ്റ്റെപ്പിലും അതേപോലെ ഉണ്ടല്ലോ. ഞാൻ അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടാ എന്താന്നുള്ളത് വേറെ കളറിലൊക്കെ മാർക്ക് ചെയ്യാം. അപ്പൊ ഒന്ന് പിന്നെ നോക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. ആൽഫ. ഓക്കെ, അപ്പൊ ഇവിടെ കെ ആൽഫ എ ആയിട്ടും ആൽഫനെ ബി ആയിട്ട് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ടേം നോക്കി, ഇത് എന്തിന് സിമിലറാ? ഇത് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. അതിന്റെ റിസൾട്ട് ഇതാ, ഞാൻ ഇവിടെ തന്നെ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. കോസ് റിസൾട്ട് എഴുതുമ്പോൾ റെഡ് തന്നെ എഴുതി. കോസ് എ പ്ലസ് ബി അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ പോകുക. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇത് എവിടെ പഠിച്ചതാ മക്കളെ? +1 ട്രിഗണോമെട്രി. അപ്പൊ അത് ആ റിസൾട്ട് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അതുമായി സിമിലർ അല്ലത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതാരാ? കോസ് എ പ്ലസ് ബി ആണ്. അപ്പൊ അത് ഓക്കെ, അതാരാണ്? കോസ് എ പ്ലസ് ബി ആണ്. അപ്പൊ അത് ഞാൻ എടുത്ത് ചെയ്താൽ പോകട്ടെ. കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി. ഇവിടുത്തെ എ ആരാണ്? കെ ആൽഫ പ്ലസ് ബി ആരാണ്? ആൽഫ. അപ്പൊ കോസ് എ പ്ലസ് ബി ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടേക്ക് നോക്കുക, ഇതാരാ? അത് ഞാൻ എഴുതാൻ പോകും. അതാരാണ്? സൈൻ എ പ്ലസ് ബി. ഇവിടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്തേലും സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കിയോ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അതാരാണ്? സൈൻ എ പ്ലസ് ബി. അപ്പൊ അത് എഴുതുന്ന സൈൻ എ എന്ന് പറഞ്ഞാൽ കെ ആൽഫ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആൽഫ. അത് ഇനി അടുത്ത് ഇവിടെ നോക്കി, അതേ സാധനമല്ലേ ഈ ബ്രാക്കറ്റിലുള്ളത്. അപ്പൊ അതും തന്നെ മൈനസ് സൈൻ കെ ആൽഫ പ്ലസ് ആൽഫ. ഓക്കെ, അടുത്തത് പറയും കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അതാരുടെ തന്നെ കോസ് എ പ്ലസ് ബി. അപ്പൊ ആ റിസൾട്ട് വീണ്ടും കോസ് കെ ആൽഫ പ്ലസ് ആൽഫ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ. ഇനി അടുത്ത് നോക്കുക, ഇവിടെ ആരുണ്ട്? രണ്ട് ആൽഫ കോമൺ ആണ്. ഇവിടെ ആൽഫ കോമൺ ആണ്, ഇവിടെ ആൽഫ കോമൺ ആണ്. ആൽഫ. അപ്പൊ അവിടെ ആൽഫനെ ഞാൻ പുറത്ത്. അപ്പൊ നോക്കി എന്താ ചെയ്യുന്നത്? കോസ് ഇവിടുന്ന് ആൽഫ പുറത്ത് കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 അല്ലേ ഇൻറ്റു ആൽഫ. ഓക്കെ, അടുത്തത് ഇവിടെ സൈൻ ആൽഫ പുറത്ത് കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു ആൽഫ. അടുത്ത് ഇവിടെ മൈനസ് സൈൻ കെ പ്ലസ് 1 ഇൻറ്റു ആൽഫ. ഇവിടെ പറയും കോസ് കെ പ്ലസ് 1 ഇൻറ്റു ആൽഫ. ഓക്കെ, ഇതാണ് സംഭവം. മക്കൾ പറയാം, നിങ്ങൾക്ക് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ധാരായി പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പറഞ്ഞൂടെ? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പറഞ്ഞൂടെ? കാരണം നോക്ക്, നമ്മുടെ ഉത്തരം ഈ ഒരു സംഭവത്തിൽ n സ്റ്റാൻഡ് കെ പ്ലസ് 1 ആയിരുന്നു. അതെല്ലാം ഒന്ന് ഓക്കെ, അപ്പൊ പക്കാണ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? therefore p of n is true for all natural numbers by using PMI എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ഒരു റിസൾട്ട് ആണ്. കോസ് എ പ്ലസ് ബിയും സൈൻ എ പ്ലസ് ബി, ഈ ട്രിഗണോമെട്രി. അതേപോലെ എറേസ് എം പ്ലസ് എന്നിനെ എറേസ് എം ഇൻറ്റു എറേസ് എൻ, അത് പ്രകാരമാണ് എറേസ് ടു കെ പ്ലസ് 1നെ എറേസ് ടു കെ ഇൻറ്റു എറേസ് ടു 1 ആക്കി. ക്ലിയർ അല്ലേ? എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതിയെടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറഞ്ഞത്. ഫൈൻഡ് എ പ്ലസ് ബി, എ ആൽഫ ബി ആൽഫ ബീറ്റ. അതേപോലെ സെക്കൻഡ് ഫൈൻഡ് എ ഓഫ് ആൽഫ ഇൻറ്റു എ ഓഫ് ബീറ്റ. അതേപോലെ തേർഡ് വൺ ഈസ് എ ആൽഫ ഇൻറ്റു എ ബീറ്റ ഈസ് ഈക്വൽ ടു എ ആൽഫ പ്ലസ് ബീറ്റ. അതേപോലെ നാലാമത്തെ വാട്ട് ഈസ് എ ആൽഫ ഹോൾ സ്ക്വയർ. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 4 ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവും ആൽഫയും ബീറ്റയും. നിങ്ങൾ ലെറ്റർ മാറ്റിക്കോളും, എയും ബി ആക്കിയാൽ മതി, അതിലൊന്നും വിഷയമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൈനും കോസൊക്കെ ഇതൊക്കെ പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാവുക. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കോ. ആദ്യം ചെയ്യേണ്ടത് എ ആൽഫ പ്ലസ് ബീറ്റയാണ്. അതെന്താ എ ആൽഫ പ്ലസ് ബീറ്റ എന്നാൽ? വളരെ വലുതാണ്. ഇവിടെ എ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പൊ അവിടെ ആൽഫയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ആൽഫ ബീറ്റ കൊടുക്കുക. അതാണ് ചെയ്യേണ്ട പണി. അപ്പൊ ചെയ്യുന്ന കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, അതേപോലെ മൈനസ് സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, അതേപോലെ സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, അതേപോലെ കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. ഇത്രയും കാര്യമൊക്കെ അല്ലേ?
ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ ആ ടോപ്പിക്കിലേക്ക് വരാൻ പോവാണ്. നമ്മൾ പറഞ്ഞ കാര്യം ഇതെന്താ, ഇവിടെ ഞാൻ നോക്കി ആൽഫനെ എ ആയിട്ടും ബീറ്റനെ ബി ആയിട്ടും കൊടുത്തിട്ടാ ആ രണ്ട് കാര്യം ചെയ്യാൻ പോണത്. അപ്പൊ വീണ്ടും നമുക്ക് റിസൾട്ട് വന്നേ കോസ് എ പ്ലസ് ബി എന്താണ്? കോസ് എ പ്ലസ് ബി കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, അതേപോലെ സൈൻ എ പ്ലസ് ബി അതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പറഞ്ഞതാണ് ട്രിഗണോമെട്രി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, ഈ രണ്ട് റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ ഈക്വൽ ടു, അപ്പോൾ കോസ് എ പ്ലസ് ബിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ പോവാണ് കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ഓക്കെ, അടുത്ത് മൈനസ് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് നോട്ടെ സൈൻ ആൽഫ എന്താണ്? സൈൻ ആൽഫ ആ റിസൾട്ട് പ്രകാരം കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ. അതും ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്. അടുത്ത് ഇതും അത് തന്നെ അല്ലേ? അവ പറഞ്ഞോളൂ സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ. അതും റെഡി. അടുത്ത് കോസ് എ പ്ലസ് ബി അല്ലേ? ആൽഫ ബീറ്റ. അവ പറഞ്ഞോളൂ കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ഉത്തരമായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഉത്തരമാണ്. ഈ സെക്കൻഡ് വൺ ആണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് വൺ ഇത് ഫസ്റ്റ് ഉത്തരമായിട്ടുണ്ട്. ഈ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? എ ആൽഫ ഇൻറ്റു എ ഓഫ് ബീറ്റ. അതായത് ഫസ്റ്റ് എ ആൽഫ തന്നിട്ടുണ്ട്. അപ്പൊ എ ഓഫ് ബീറ്റ എന്താ? ആൽഫ സ്ഥാനത്ത് ബീറ്റ കൊടുക്കുക സാധനമായി. അപ്പൊ അത് ചെയ്യാൻ പോകണം. അത് ആൽഫ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു എന്താണ് എ ഓഫ് ബീറ്റ എന്നാൽ ആൽഫയുടെ സ്ഥാനത്ത് ബീറ്റ കൊടുക്കുക. കോസ് ബീറ്റ മൈനസ് സൈൻ ബീറ്റ കോസ് സൈൻ ബീറ്റ അതേപോലെ കോസ് ബീറ്റ. ഓക്കെ അല്ലേ? ഇനി ഗുണനാണ്. ഗുണന നമുക്കറിയാം കണ്ടീഷനൊക്കെ ഓക്കെ അല്ലേ മക്കളെ? കണ്ടീഷനൊക്കെ ഓക്കെ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചോളൂ, കണ്ടീഷനൊക്കെ ഓക്കെ ആണ്. കാരണം രണ്ടിന്റെ ഓർഡർ സെയിം ആയതുകൊണ്ട് ഇതിന്റെ കോളം അതിന്റെ റോക്ക് സെയിം ആയി. ഇനി പറയാം ഫസ്റ്റ് റോയിന്റെ ഫസ്റ്റ് കോളം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം, ഞാൻ പറയാം. കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ. ഓക്കെ, പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ അല്ലേ? അപ്പോൾ മൈനസ് കോസ് മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ പ്ലസ് മൈനസ് സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ കോസ് ബീറ്റ. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത് വീണ്ടും തിരിച്ച് ഇവിടെ വരാം. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് അടുത്ത പറയാം കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ. അതും റെഡി. കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ. ഓക്കെ, അടുത്ത് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ പ്ലസ് ഇവിടെ ആരാ? കോസ് ആൽഫയും കോസ് ബീറ്റയും. അപ്പോൾ കോസ് ആൽഫ കോസ് ബീറ്റ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതിലൊന്നും കൂടി ഷോർട്ട് ആക്കാൻ പോകണം. അപ്പുറം സൈഡിൽ എഴുതാൻ പോവാണ്. ഈ പ്ലസും മൈനസും കൂടി ആരായി? മൈനസ് ആയി. ഓക്കെ, അപ്പൊ അത് എഴുതാൻ പോകുക ശ്രദ്ധിച്ചു. കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. അപ്പൊ അതും ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടിലും മൈനസ് ഉണ്ട്, മൈനസിനെ പുറത്ത് കിട്ടും. ഓക്കെ, രണ്ടിലും എന്തുണ്ട്? മൈനസ് ഉണ്ട്, മൈനസിനെ പുറത്ത് കിട്ടും. എന്നിട്ട് ഈ ടേം ആദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഈ രണ്ടിലും മൈനസ് ഉണ്ട്, മൈനസിനെ പുറത്തേക്ക് എടുത്ത് എന്നിട്ട് ഈ ടേം ഞാൻ ആദ്യം എഴുതി. അപ്പൊ ആ ടേം ഏതാണ്? സൈൻ ആൽഫയും കോസ് ബീറ്റയും പ്ലസ് എന്നിട്ട് ഫസ്റ്റ് ഈ ടേം ആയി കോസ് ആൽഫയും സൈൻ ബീറ്റയും കോസ് ആൽഫയും സൈൻ ബീറ്റയും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇത് അതുപോലെ തന്നെ മാറ്റൊന്നുമില്ല, അതുപോലെ സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ഓക്കെ, ഇനി ഇവിടെ പറയും. ഇവിടെ ആദ്യം പ്ലസ് ടേം എഴുതുക, എന്നിട്ട് മൈനസ് ടേം എഴുതുക. അപ്പൊ കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ കോസ് ബീറ്റയാണ് കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇനി അടുത്തൊരു കാര്യം എന്താണ്? ഇത് എന്താണ് മക്കളെ? കോസ് എ പ്ലസ് ബിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇത് അതേ സിമിലർ ആണ്. ഇതാ ഇവിടെ ആൽഫ എ ആണ്, ഇത് ബീറ്റ ആണ്. അപ്പൊ ശ്രദ്ധിക്ക്, ഇതേത് മോഡലായി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതാ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ അത് കോസ് എ പ്ലസ് ബി ആണ്. അപ്പൊ ആ ഇക്വേഷൻ അതുപോലെ കൊടുക്കുന്നത്.
cos a plus b. A plus b ആണ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ അത് ഓക്കെ ആയല്ലോ. അപ്പോൾ ഇതോ മൈനസ് അതുപോലെ sin a cos b പ്ലസ് cos a sin b. സെക്കൻഡ് വൺ അല്ലേ അതല്ലേ? അപ്പോൾ sin a പ്ലസ് b. അപ്പോൾ sin ആൽഫ പ്ലസ് ബീറ്റ അത് ഓക്കെ. അപ്പോൾ ഇതോ ഇത് sin ആൽഫ പ്ലസ് ബീറ്റ തന്നെ അല്ലേ? a പ്ലസ് ബീറ്റ ഇക്വേഷൻ ആണ്. ഇത് സിമിലർ അതേപോലെ തന്നെ. അപ്പോൾ cos ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ ആണ് അല്ലേ? അവിടെ നിന്ന് ഇതിന് ആവശ്യമില്ല എന്നാലും അവിടെ ഇത് ഇക്വേഷൻ നമ്പർ 2 തന്നെ ഉണ്ട്. ഇങ്ങനെ ഇതിന്റെ ആവശ്യം ഇല്ലതാണ്. ഇനി അപ്പോൾ ഇത് ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണ്. ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നില്ല, അത്ര മതി. ഇനി തേർഡ് വൺ എന്താ പറഞ്ഞത്? എ ആൽഫ ബീറ്റ ഈക്വൽ ടു എ ആൽഫ. അപ്പൊ നോക്കി കമ്പയറിങ് തേർഡ് വൺ, മൂന്നാമത് ഇത്രേതാ വേണം കമ്പയറിങ് 1 and 2 നോക്ക്. എ ആൽഫ എ ബീറ്റ ഈക്വൽ ടു എ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? അതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കേസ് നമ്പർ 1 ഇതാ എ ആൽഫ പ്ലസ് ബീറ്റ. ഇതേ സാധനല്ലേ കേസ് നമ്പർ 2? ഇതേ സെയിം. എന്തേ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ആ കേസ് നമ്പർ 2 ആരാ? എ ആൽഫ എ ബീറ്റ. therefore നമുക്ക് എന്ത് പറയാം? എ ആൽഫ എ ബീറ്റ ഇൻറ്റു മൾട്ടിപ്പിൾ ചെയ്തത് എന്തിന് സെയിം ആണ്? എ ആൽഫ പ്ലസ് ബീറ്റക്ക് സെയിം ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ തേർഡ് വൺ ഓക്കെ. ഇനി ഫോർത്ത് വൺ. ഓക്കെ, നാലാമത്തെ ആ ക്വസ്റ്റ്യൻ നോക്കുക. എന്തായിരുന്നു നാലാമത്തെ? എ ആൽഫ സ്ക്വയർ. എന്താ എ ആൽഫ സ്ക്വയർ പറയുന്നത്? എ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആൽഫ ഇൻറ്റു എ ആൽഫയാണ്. ഇനി നിങ്ങൾ തൊട്ട് മൂന്നാമത്തെ ഇത് നോക്കൂ. എ ആൽഫ ഇൻറ്റു എ ബീറ്റ എന്ന് പറഞ്ഞാൽ എ ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോ എ ആൽഫ ഇൻറ്റു എ ആൽഫ എന്താവും? എ ആൽഫ പ്ലസ് എ ആൽഫ ആവും. അപ്പൊ എ ആൽഫ പ്ലസ് ആൽഫ പറഞ്ഞാല് എ 2 ആൽഫ അല്ലേ? ആൽഫ പ്ലസ് ആൽഫ അല്ലേ? എക്സ് പ്ലസ് എക്സിന് 2x, ആൽഫ പ്ലസ് ആൽഫ ആണ് 2 ആൽഫ. അപ്പൊ എ 2 ആൽഫ. എ ആൽഫ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് എന്ത് കൊടുക്കുക? 2 ആൽഫ കൊടുത്ത ഉത്തരമായല്ലോ. അപ്പൊ പറഞ്ഞോളൂ ഉത്തരം എന്താ? എ 2 ആൽഫ ഈക്വൽ ടു എന്താ വരിക? cos 2 ആൽഫ മൈനസ് sin 2 ആൽഫ, അതേപോലെ sin 2 ആൽഫ cos 2 ആൽഫ. അപ്പൊ അതും ഓക്കെ. ഇത്രയും നമ്മൾ കണ്ടെത്തിയത് ഇത്രയും ഓക്കെ. അപ്പൊ 4 ക്വസ്റ്റ്യന് വളരെ സിമ്പിൾ ആണ്. ആൽഫയും ബീറ്റയും ആണ് എന്നുള്ളത് ഒരു വ്യത്യാസമുള്ളൂ. അത് വിഷയം തന്നെയല്ല. ആൽഫയുടെ ബീറ്റയുടെ പറഞ്ഞ് വേറെ ഏത് ലെറ്റർ കൊടുത്തോളൂ. ഈ മെത്തേഡ് ക്ലിയർ ആയിരിക്കണം. +1 ട്രിഗണോമെട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് f of x is equal to matrix cos x minus sin x 0 sin x cos x 0 0 0 1, show that f of x into f of y equal to f of x plus y. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതി ചെയ്യാൻ പോണേ f of x. ഓക്കെ, അപ്പോൾ f of y എന്തായിരിക്കും? അത് നമുക്ക് ചെയ്യാം. അത് f of x into f of y അല്ലേ? അപ്പോൾ f of x നമ്മൾ തന്നിട്ടുണ്ട്, അതുപോലെ cos x minus sin x 0 sin x cos x 0 അതേപോലെ 0 0 1. അപ്പോൾ f of y എന്ന് പറയുന്നത് x ന്റെ സ്ഥാനത്തേക്ക് y കൊടുക്കുക. അതന്നെ ഇതേ സാധനം cos y മൈനസ് sin y മൈനസ് sin y 0 sin y cos y 0 0 0 1. മക്കളെ, മെട്രിക്സ് ഗുണിക്കാനുള്ള കണ്ടീഷനൊക്കെ ഓക്കെ ആണല്ലോ, ഒന്നും പറയണമെന്നില്ല. അപ്പോൾ ഓക്കെ ആണ് അല്ലേ? രണ്ടും ഒരേ ഓർഡർ ആയതുകൊണ്ട് ഇതിന്റെ കോളം അതിന്റെ റോക്ക് സെയിം ആണ്. ഇനി ഗുണനാണ്. ഗുണനം നോക്കിക്കോളൂ. cos x ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം cos x into cos y, അതുപോലെ തന്നെ cos x cos y പ്ലസ് റൂൾ പ്രകാരം പ്ലസ് ആയിരുന്നു. മൈനസ് sin x into മൈനസ് sin y, അതുപോലെ മൈനസ് sin x sin y. ഓക്കെ, അടുത്ത പറയും 0 into 0. അത് 0 തന്നെ. അടുത്ത് ഇതിനെ സെക്കൻഡ് cos x into മൈനസ് sin y പറയും. cos x into മൈനസ് sin y എന്ന് പറഞ്ഞാൽ മൈനസ് cos x sin y. ഓക്കെ, പ്ലസ് റൂൾ പ്രകാരം പ്ലസ് മൈനസ് sin x into cos y പറഞ്ഞു. മൈനസ് sin x cos y. ദെൻ അടുത്ത് 0 into 0 ആണെന്ന് 0 തന്നെ. ഓക്കെ, അടുത്ത് cos x into 0 അല്ലേ? 0 പ്ലസ് മൈനസ് sin x into 0 പ്ലസ് 0 into 1 ആണ് 0 തന്നെ. അടുത്ത് sin x സെക്കൻഡ് റോ ഇനി സെക്കൻഡ് റോ ഉപയോഗിച്ചു sin x into cos y, sin x cos y റൂൾ പ്രകാരം പ്ലസ് cos x into sin y, cos x sin y.
അപ്പോൾ 0 into 0 0. ഓക്കെ, അടുത്ത sin x into minus sin y minus sin x sin y plus cos x into cos y അതുപോലെ cos x into cos y. then 0 into 0 അത് 0 തന്നെ. അങ്ങനെ അടുത്ത sin x into 0 0 cos x into 0 0 0 into 1 0. ഓക്കെ, അടുത്ത 0 into cos y 0 അല്ലേ, പ്ലസ് 0 into 0 0 0 ഇതൊക്കെ 0. അടുത്ത പറയും അടുത്തും 0 അല്ലേ, 0 പ്ലസ് 0 അല്ലേ. അടുത്ത പറയും 0 into 0 0 0 into 0 0 അല്ലേ, 0 പ്ലസ് 0 ലാസ്റ്റ് ആണ് 1 into 1 1 3 ആണ് 1. ഓക്കെ, അപ്പൊ ഈ ചെയ്യണം ഒന്നും കൂടി ഇതിനെ ഷോർട്ട് ആക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. cos x cos y അതുപോലെ പ്ലസ് മൈനസ് മൈനസ് ആയി sin x sin y. ഓക്കെ, 0 എഴുതേണ്ട ആവശ്യമില്ലല്ലോ, പ്ലസ് 0 അല്ലേ. ഇനി ഇവിടെ ആദ്യം രണ്ടിലും മൈനസ് കോമൺ ആണ്, മൈനസ് ഞാൻ പുറത്ത് കൊടുത്തു അവിടെ നോട്ടെ. എന്നിട്ട് ഈ ടേം ആദ്യം sin x cos y പ്ലസ് cos x sin y. ഓക്കെ, ഓൾറെഡി ഈ പ്ലസ് 0 പോയിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. ഈ 3 0 കൂട്ടി ഒറ്റ 0 ഇല്ല. ഓക്കെ, അടുത്ത് പറയാം ഇവിടെ sin x cos y അല്ലേ, അതുപോലെ തന്നെ sin x cos y പ്ലസ് cos x sin y 0 എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത് ഇവിടെ തിരിച്ച് ആദ്യം cos y cos x cos y മൈനസ് sin x sin y. ആ ലാസ്റ്റ് 0 എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഈ 3 0 കൂട്ടിയാൽ 0 തന്നെ. അപ്പൊ അടിയിട്ട് പറഞ്ഞു ബാക്കി അടിയിട്ട് ഇതൊക്കെ 0 അല്ലേ, 0 0 then ഇത് 3. ഓക്കെ അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ മക്കളെ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഇതാ ഇവിടെ x നമ്മൾ a ആക്കി കൊടുത്ത് y നെ b ആക്കി കൊടുത്തു. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. അത് ഏതിന് സിമിലർ ഇതാ ഇവിടെ തന്നെ എഴുതുന്നത് cos a plus b equal to cos a cos b minus sin a sin b. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞതാണ്. അതേപോലെ sin a plus b ന്റെ ഇക്വേഷൻ എന്തായിരുന്നു, sin a cos b plus cos a sin b. ഓക്കെ അല്ലേ. ഇനി അപ്പൊ അത് ഓക്കെയാണ്, അത് പ്രകാരം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്താ ചെയ്യുന്നത്. ഇതാരായി cos a plus b അല്ലേ, അപ്പൊ cos of x plus y. ഇതാരാ മൈനസ് ഓഫ് sin x plus y 0. ഇതോ sin a plus x plus y. ഇതോ cos x plus y 0 1 0 0. ഇതാണ് ആര് LHS, അതായത് f of x into f of y ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, f of x plus y അതിനാണോന്ന്. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് ഓൾസോ f of x plus y equal to ഇത് f of x plus y എന്ന് പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ f of x അതിൽ x ന്റെ സ്ഥാനത്തേക്ക് x plus y കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് ചെയ്യണേ പറഞ്ഞോളൂ. cos of x plus y minus of sin x plus y 0 sin x plus y cos x plus y 0 0 0 1. ഇതല്ലേ, ഇതാണ് നമ്മൾ ആര് RHS. ഇനി നിങ്ങൾക്ക് പറയാം LHS equal to RHS അല്ലേ, വളരെ തന്നെ LHS equal to RHS ആണ് അല്ലേ, വളരെ കറക്റ്റ് ആണ്. പെട്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ട്രിഗ്നോമെട്രിക് റിസൾട്ട് ഇത് അറിയാത്ത കുട്ടിക്ക് ഇതൊന്നും കിട്ടൂല. പിന്നെ ബേസിക് ആയിട്ടുള്ള മെട്രിക്സിന്റെ ഏറ്റവും ഞാൻ പറഞ്ഞ ഗുണനം, ഇതിനൊക്കെ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഗുണനം, മെട്രിക്സ് അങ്ങനെ ഗുണിക്കാം എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ വേഗം എഴുതിയെടുത്തോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ നോക്കുക. if matrix A 0 minus tan alpha by 2 tan alpha by 2 0 and I equal to 1 0 0 1 then show that I plus A equal to I minus A into cos alpha minus sin alpha cos alpha. ഇതാണ് സംഭവം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ളത് തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമുള്ള കാര്യമാണ് ഈ റെഡ് ഇങ്കിൽ ചെയ്തത്. cos 2θ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് 1 minus tan square theta by 1 plus tan square theta. അതേപോലെ sin 2θ ഇക്വേഷൻ ആണ് 2 tan theta by 1 plus tan square theta. ഈ രണ്ട് ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, 2θ ആയപ്പോൾ എന്തായി മാറി θ, അതായത് ഇതിന്റെ നേരെ പകുതിയാണ്. അങ്ങനെയാണ് ഇവിടെ θ ആണെങ്കിൽ ഇവിടെ എന്താവും θ/2 ആവും, അതന്നെ ഇവിടെയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ cos ആൽഫ ഇക്വേഷൻ കണ്ടെത്താം അല്ലെ by 2 പ്രകാരം. അപ്പോൾ 1 minus tan square alpha by 2 1 plus tan square alpha by 2.
അങ്ങനെയാണ് സൈൻ ആൽഫ എന്താ ഇവിടെ നോക്കൂ സൈൻ 2 തീറ്റ എന്താ 2 tan തീറ്റ ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ 2 തീറ്റ ബൈ പകുതി, അങ്ങനെയാണെങ്കിൽ ആൽഫ ആകുമ്പോൾ ആൽഫ ബൈ 2 ആവും. അതാണ് 2 tan ആൽഫ ബൈ 2 ബൈ 1 പ്ലസ് tan സ്ക്വയർ ആൽഫ ബൈ 2. ക്ലിയർ അല്ല മക്കളെ? ശ്രദ്ധിക്കണം, ഇത് തീറ്റയാണ് ഇത് ആൽഫയാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇവിടെ 2 തീറ്റ ആയപ്പോൾ തീറ്റ ആയി, അങ്ങനെയാണെങ്കിൽ തീറ്റ ആകുമ്പോൾ തീറ്റ ബൈ 2 ആവും. അപ്പൊ ആൽഫ ആകുമ്പോൾ ആൽഫ ബൈ 2 ആവും. ആ സംഭവമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുട്ട് t ഈക്വൽ ടു tan ആൽഫ ബൈ 2. tan ആൽഫ ബൈ 2 എന്നത് നമ്മൾ t എന്ന് കൊടുക്കുകയാണ് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, tan ആൽഫ ബൈ 2 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യാൻ നമുക്ക് i പ്ലസ് എ ആദ്യം നമ്മൾ എഴുതാം. i നമുക്ക് അറിയണം 1001 പ്ലസ് ഏതാ ക്വസ്റ്റ്യനിലുണ്ട്. അതിൽ tan ആൽഫന്റെ ആൽഫ ബൈ 2 സ്ഥാനത്ത് t കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യാം. 1 പ്ലസ് 0 1 ആണ്, 0 പ്ലസ് മൈനസ് ടി ആണ്, 0 പ്ലസ് ടി ആണ്, 1 പ്ലസ് 0 0 ആണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ LHS ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് i മൈനസ് എ. എന്താ i മൈനസ് എ പറഞ്ഞാൽ ഇത് i പ്ലസ് എ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ആയി i മൈനസ് എ ആയി. ഇത് വെച്ച് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് i മൈനസ് എ 1 മൈനസ് 0 1 ആണ്. then 0 മൈനസ് 0 മൈനസ് പ്ലസ് ആയി t 0 മൈനസ് t മൈനസ് t 1 പ്ലസ് 1 മൈനസ് 0 ആണ് 1 തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് i മൈനസ് എ. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് i മൈനസ് എ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ അല്ലേ? അപ്പോൾ i മൈനസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് 1t മൈനസ് t 1 എന്ന്. അതുപോലെ ഇനി കോസ് ആൽഫന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയും 1 മൈനസ് tan സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. അപ്പോൾ ഈ tan സ്ക്വയർ ആൽഫ ടാന്റെ പകരം നമ്മൾ എന്ത് കൊടുക്കും? t കൊടുക്കും. അതാണ് 1 മൈനസ് t സ്ക്വയർ ബൈ 1 പ്ലസ് t സ്ക്വയർ. അങ്ങനെയാണ് മൈനസ്. അതുപോലെ സൈൻ ആൽഫന്റെ പകരം എന്ത് ചെയ്തു? 2 tan ആൽഫ ബൈ 2 ആണ് t 2t ബൈ 1 പ്ലസ് t സ്ക്വയർ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് സൈൻ ആൽഫന് കാണുന്നത് 2t ബൈ 1 പ്ലസ് t സ്ക്വയർ. ഇവിടെ അതേപോലെ 1 മൈനസ് t സ്ക്വയർ ബൈ 1 പ്ലസ് t സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സംഭവം നോക്കുക. ഇതിൽ ആര് കോമണാ? ആരാണ് കോമൺ? ഇതിൽ ആരാ കോമൺ? 1 പ്ലസ് t സ്ക്വയർ കോമൺ അല്ലേ? 1 പ്ലസ് t സ്ക്വയർ കോമൺ അല്ലേ? അപ്പൊ 1 പ്ലസ് 1 ബൈ 1 പ്ലസ് t സ്ക്വയർ കോമൺ ആണ്. അങ്ങനെ 1 ബൈ 1 പ്ലസ് t സ്ക്വയർ കോമൺ ആണ്. അതിനൊക്കെ പുറത്ത് കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യണം. നോക്കി 1t മൈനസ് t 1 ബൈ 1 പ്ലസ് t സ്ക്വയറിനെ പുറത്ത് എടുത്തിട്ടാ. അപ്പൊ ബാക്കി ഇവിടെ 1 മൈനസ് t സ്ക്വയർ, ഇവിടെ മൈനസ് 2t, ഇവിടെ 2t, ഇവിടെ 1 മൈനസ് t സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് തുടക്കത്തിൽ എഴുതി ഇൻറ്റു അല്ലേ? എവിടെ എഴുതിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ തുടക്കത്തിൽ എഴുതി 1 ബൈ പ്ലസ് t സ്ക്വയർ ഇൻറ്റു 1t മൈനസ് t 1 ഇൻറ്റു ബാക്കിയുള്ളത് പോലെ 1 മൈനസ് t സ്ക്വയർ മൈനസ് 2t 1 മൈനസ് t സ്ക്വയർ. ഓക്കെ, 3. ഓക്കെ, ഇനി ഈ രണ്ട് തമ്മിൽ ഗുണിക്കുക, ഈ രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ ഓൾറെഡി ആ സാധനം അതേപോലെ 1 പ്ലസ് t സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ എന്നാൽ 1 മൈനസ് t സ്ക്വയർ റൂൾ പ്രകാരം പ്ലസ് t ഇൻറ്റു 2t എന്നാൽ 2t സ്ക്വയർ. അവിടെ നിൽക്കട്ടെ. അടുത്ത് പറയാം 1 ഇൻറ്റു മൈനസ് 2t എന്നാൽ മൈനസ് 2t പ്ലസ് t ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ ആണ് എന്താ? t ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഗുണിക്കാം. മൈനസ് t ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ എന്നാൽ മൈനസ് t ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2t എന്നാൽ 2t. അടുത്ത് മൈനസ് t ഇൻറ്റു മൈനസ് 2t എന്നാൽ പ്ലസ് 2t സ്ക്വയർ മൈനസ് പ്ലസ് ആയി. then 1 ഇൻറ്റു 1 മൈനസ് t എന്നാൽ 1 മൈനസ് t സ്ക്വയർ തന്നെ. ഓക്കെ, 3 കാര്യം ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് ഒന്നും കൂടി 1 ബൈ 1 പ്ലസ് t സ്ക്വയർ. നിങ്ങൾക്ക് പറയാം ഇവിടെ ആരുണ്ട്? 1 അതുപോലെ മൈനസ് t സ്ക്വയർ പ്ലസ് 2t സ്ക്വയർ. അപ്പൊ എന്തായി? പ്ലസ് 1 t സ്ക്വയർ മൈനസ് 1 t സ്ക്വയർ പ്ലസ് 2 t സ്ക്വയർ ആണ് പ്ലസ് 1 t സ്ക്വയർ അല്ലേ? അതെ. അടുത്ത ഇവിടെ ഇന്ത്യ ചെയ്യുമ്പോൾ വരും മൈനസ് 2t പ്ലസ് t മൈനസ് t ക്യൂബ് ആയില്ലേ? t ക്യൂബ് ആയ അതിൽ മക്കളെ ശരിക്കും നോക്കൂ. അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവുക t ക്യൂബ് അല്ലേ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? അല്ല, t ക്യൂബ് തന്നെയല്ലേ വന്നിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? അത് നിങ്ങൾ നോക്കണം. ഇവിടെ എന്താ വന്നുള്ളത് നോക്കാം. മൈനസ് 2t അല്ലേ? ഈ ഗുണിച്ചത് തന്നെയാണോ നോക്കണം. പറ 1 ഇൻറ്റു മൈനസ് 2t മൈനസ് 2t t ഇൻറ്റു 1 മൈനസ് t സ്ക്വയർ മൈനസ് t സ്ക്വയർ. ഓക്കെ, അതൊക്കെ ഓക്കെ. അപ്പോൾ അടുത്ത ഇവിടെയും ചെയ്യാം. മൈനസ് t മൈനസ് പ്ലസ് t ക്യൂബ് അതേപോലെ പ്ലസ് 2t. അത് ഓക്കെ. അടുത്ത ഇവിടെ പറയാം 2t സ്ക്വയറും മൈനസ് t സ്ക്വയറിന് t സ്ക്വയർ അല്ലേ? 1 പ്ലസ് t സ്ക്വയർ. അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യം ഓക്കെ. ആണല്ലോ. അപ്പൊ അതിന്റെ ബാക്കി ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അതിന്റെ ബാക്കി ഇവിടെ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യണേ. ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ 1/t² അതുപോലെ 1/1 + t² അതുപോലെ. അപ്പോൾ ഇവിടെ 1 + t² അതുപോലെ തന്നെ എഴുതാം. ഇനി ബാക്കി എന്താ വന്നിട്ടുള്ളത് അടിയിലല്ലേ താഴെ -2t + t -2t + t എന്നാൽ എന്തായി -t. അപ്പോൾ അവിടെ -t - t³ നടന്നോട്ടെ. അടുത്ത താഴെ അതേപോലെ തന്നെ -t + 2t എന്തായി മാറി +t ആയി. അപ്പോൾ അവിടെ നിൽക്കട്ടെ +t + t³. ഇവിടെ 1 + t² തന്നെ. ഓക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നും കൂടി 1/1 + t². 1 + t² ഇവിടെ നിന്ന് -t നാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ 1 + t² ആയ -t × 1 -t -t × +t² -t³. ഓക്കെ അല്ലേ? ഇവിടെ പറയും ഇവിടെ t നാണ് പുറത്തേക്ക് എടുത്തിട്ടാ. അപ്പോൾ എന്തായി 1 + t². ഇവിടെ 1 + t². ഓക്കെ അല്ലേ? ഇപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾ ഈ മെട്രിക്സിൽ ആര് കോമൺ ആണ് 1 + t² കോമൺ ആണല്ലോ. അതിനെ പുറത്തേക്ക് എടുത്ത് അപ്പോൾ 1 + t² പുറത്ത് ബൈ അടിയിലൊരു 1 + t² ഓൾറെഡി ഉണ്ട്. ദെൻ ഇൻറ്റു ഇവിടെ 1 ആയി, ഇവിടെ -t ആയി, ഇവിടെ t ആയി, ഇവിടെ 1 ആയി അല്ലേ? ഇതും ക്യാൻസൽ ചെയ്തൂടെ? ബാലൻസ് ആരാള് മക്കൾ പറ? ബാലൻസ് ആരാ? വേഗം ശ്രദ്ധിക്കുക. ബാലൻസ് ആരാള്? ഇതാണുള്ളത് അല്ലേ? ഇത് ആരായിരുന്ന ആള് 1 - t t 1 അല്ലേ? ഇതാണ് കേസ് നമ്പർ 2. ഇപ്പൊ ഇവിടെ എന്ത് വ്യക്തമായി? 1 and 2 സെയിം അല്ലേ? 1 ഉം 2 സെയിം അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? I + n. ഇപ്പൊ എന്ത് പറയാം? 1 and 2 are same അല്ലേ? 1 and 2 are same. Therefore I + a = I - a into cos alpha - sin alpha sin alpha cos alpha. ഐഡിയ ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ തുടങ്ങിയത് ഈ ഒരു റെഡിൽ നിന്നാണ്. ഓക്കെ, ആ റെഡ് എന്താ? cos 2θ sin 2θ ഇക്വേഷൻ. അത് കിട്ടിയ cos θ ഇക്വേഷൻ ആയി. അപ്പോൾ അത് പ്രകാരം cos ആൽഫയും sin ആൽഫയും ഇക്വേഷൻ കണ്ടെത്തി. എന്നിട്ട് tan α/2 സ്ഥാനത്ത് t കൊടുത്തു. അങ്ങനെ ചെയ്തു പോയതാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. ഞാൻ ഇവിടെ കുറച്ച് ആദ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ.